Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning. Good morning, Miss. Morning. How are you, ma'am? Fine. കാലൊക്കെ ഓക്കെ ആയോ? കാലൊക്കെ ഓക്കെ. പ്രയർ ആരാണ്? പ്രയർ Ma'am, prayer. അമ്മ പാടിക്കോളൂ. ശരി ma'am. Thank you. ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി, ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി, ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി, ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽ മരമായി, ഞാനിരുന്ന സായാഹ്നങ്ങളിൽ നീ എന്തിനു പ്രണയിനിയായി, ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി, ഞാൻ കരഞ്ഞ രാവുകളിൽ നീ എന്തിനു മിഴിയായി, ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്നു ചൊല്ലിയിടോ. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഓൾ. Thought of today. Thought of the day. Thought of the day ഞാൻ പറയാം. Today thought is to keep going and stay positive. Don't watch the clock, do what it does, keep going. It's important to believe in yourself as you are capable of achieving your goals. Thank you. Sign in. ഞാൻ പറയാം മിസ്സേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മാം. നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന മാമിന് ഒരുപാട് നന്ദിയുണ്ട്. അവഗണനകൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കും, പരിഹാസങ്ങൾ നമ്മളെ തളർത്തിയേക്കും, കുറ്റപ്പെടുത്തലുകൾ നമ്മളെ തല കുനിപ്പിച്ചേക്കും. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് വിജയത്തിൽ എത്തിച്ചേരുന്ന ആരാണോ അവരാണ് ജീവിതത്തിൽ യഥാർത്ഥ പോരാളിയും വിജയിയും. അപ്പൊ എല്ലാവരും അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിക്കുക. മാമിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി വെൽക്കം ചെയ്യും. Thank you. Good morning to all. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം മാം. സുഖമായിരിക്കും. ഇതൊരു ആക്ടിവിറ്റി ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിരുന്നു എല്ലാവരും? എന്തോ കുട്ടികളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെയ്തവരൊന്ന് വായിച്ചേ. Five years old girl baby, 13 kg and 115 centimeter. 4 years old girl baby, 12 kg, 100 centimeter. 7 years old boy baby, 34 kg and 134 centimeter. മൂന്ന് പേരുടെയാണോ ചെയ്തത്? മൂന്ന് പേര് കിട്ടിയുള്ളൂ. വേറെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്? വേറെ ആരും ചെയ്തില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്. ബോയ് എന്റെ മോനാണ് ചെയ്തത്. 70 kg വെയിറ്റ്, 108
0.7 സെന്റിമീറ്റർ ഹൈറ്റ്. അത് ഒരാളത് എടുത്തിട്ടുള്ളൂ മിസ്സേ. കുഴപ്പമില്ല. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഞാൻ വായിക്കാം മിസ്സേ. 3 പേരുടെ ചെയ്തിട്ടുണ്ട് കേട്ടാ. 4 വയസ്സും 6 മാസമുള്ള ബോയ്, ഹൈറ്റ് 101 സെന്റിമീറ്റർ, വെയിറ്റ് 14 കിലോ. പിന്നെ ഒരു 5 വയസ്സും 2 മാസമുള്ള ഒരു ഗേള്, ഹൈറ്റ് 105 സെന്റിമീറ്റർ, വെയിറ്റ് 15 കിലോ. പിന്നെ ഒരു 3 വയസ്സ് 6 മാസമുള്ള ഒരു ബോയ്, ഹൈറ്റ് 101 സെന്റിമീറ്റർ, വെയിറ്റ് 16 കിലോ. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഇത്രയും പേര് ചെയ്തതിൽ നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായോ? ചെയ്തവരോടാണ് ഞാൻ ചോദിച്ചത്. അഖില? യെസ് മാം. അതില് 2 ചെയ്തത് എന്റെ ഫാമിലി തന്നെയുള്ളതായിരുന്നു. അവര് 2 വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്. അണ്ടർ വെയിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ചോദിച്ചില്ല അവരോട്? അല്ല, ഒരെണ്ണം എന്റെ മോൻ തന്നെയാണ്. അത് ജനിച്ചപ്പോ തന്നെ വെയിറ്റ് കുറവായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് പുള്ളി അങ്ങനെ ആക്റ്റീവ് കുറവൊന്നുമില്ല, നല്ല ആക്റ്റീവ് ആണ്. പറഞ്ഞ അത് ഇപ്പൊ കുഴപ്പമില്ല, വെയിറ്റ് വെച്ചോളും എന്നാണ് പറയണത്. അതെന്ന് പറഞ്ഞ ചേച്ചിയുടെ മോളായിരുന്നു 5 വയസ്സും 2 മാസമുള്ള ബേബി ഗേള് പറഞ്ഞത്. അയാളും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹൈറ്റ് ഉണ്ട്, പുള്ളിക്ക് ഒരു 105 സെന്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട്. വെയിറ്റ് ഈ പറഞ്ഞ പോലെ 15 കിലോ ഉള്ളൂ. അതും അയാളും അണ്ടർ വെയിറ്റ് തന്നെയാണ്. പിന്നെ അങ്ങനെ പഠിത്തത്തിലൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ. 2 പേരും നല്ലവണ്ണം പഠിക്കണൊക്കെ ഉണ്ട്. അപ്പൊ ആക്റ്റീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്നാ പറയണ. ഫുഡ് കഴിക്കല് നമ്മള് വീട്ടില് വെക്കണ ഫുഡില് ചോറൊക്കെ കഴിക്കാൻ മടിയാണ്, പച്ചക്കറി കഴിക്കാൻ മടിയാണ് 2 പേർക്ക്. മീനൊക്കെയാണ് ഇഷ്ടം, മീൻ ഇഷ്ടമാണ്, ചിക്കൻ ഇഷ്ടമാണ്, അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോളും. പക്ഷെ പച്ചക്കറികൾ പൊതുവെ കഴിക്കണ കുറവാണ് 2 പേരും. അത് കഴിക്കാൻ ചില കുട്ടിക്ക് വെയിറ്റ് കുറവാണെങ്കിലും ചില കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും. ആ വേരിയേഷൻസ് തോന്നി നിങ്ങൾക്ക് നോക്കിയപ്പോ? വെയിറ്റിനേക്കാൾ കൂടുതൽ ഹൈറ്റിലത് അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടോ? എന്റെ മോൻ അങ്ങനെയാ മിസ്സേ. ഓന് ഹൈറ്റ് കുറച്ച് കൂടുതലാ, വെയിറ്റ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇല്ലാത്തല്ല, ഒരു പരിധി വരെ കുഴപ്പമുണ്ടാവില്ല. അതെ. യെസ്. ഏറ്റവും നിങ്ങൾ നോക്കിയതിൽ ഏറ്റവും അണ്ടർ വെയിറ്റ് ആയിട്ട് തോന്നിയ ഒരു വെയിറ്റ് ഏതാണ്? അണ്ടർ വെയിറ്റ് ആയിട്ട്, അതായത് ആളുടെ ഏജിനനുസരിച്ചിട്ടല്ല വെയിറ്റ് ഉള്ളതെന്ന് മനസ്സിലായത് ഏതെങ്കിലും ഉണ്ടോ? വെയിറ്റ് കുറവുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടോ? ഒട്ടും വെയിറ്റ് കുറവുള്ള ആരും അങ്ങനെ കണ്ടില്ലല്ലോ? ഇല്ല. ഏകദേശം ഒരു നോർമൽ ആവറേജ് ആയിട്ടുള്ള തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ചെയ്തവരോട് ബാക്കി ചെയ്യാത്തവരും ചെയ്യണം കേട്ടോ. അതിൽ ആക്ടിവിറ്റി തന്നാൽ ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം. The gain in height and weight differs from child to child. The size of the brain also increases steadily in the preschool years. By the time a child is 6 years old, the weight of its brain is 90% of that brain of an adult. Then muscles also become thicker and stronger. By 4 years of age, children acquire toilet and control at night. Okay, ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ഇതിൽ നോക്കിയപ്പോഴും ഈ ഒരു ബോക്സ് നോക്കി കഴിഞ്ഞപ്പോഴും ഇതിലെ ഓരോ ഏജിനനുസരിച്ച് ഓരോ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ്സും ഒക്കെ എന്താണ്, പലതും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്? വ്യത്യാസമുണ്ട് അല്ലെ? എല്ലാവരും ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഹൈറ്റിലാണെങ്കിലും വെയിറ്റിലാണെങ്കിലും ഉള്ളത് അല്ലെ? യെസ്. കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. ഇനി the size of the brain also increases steadily in the preschool years. നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്സ് പ്രത്യേകിച്ച് ഒരു പ്രീ സ്കൂൾ ഇയേഴ്സ് ആവുന്ന സമയത്ത് എന്താണ്, പ്രീ സ്കൂൾ വർഷങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ അനുസരിച്ചിട്ട് അത് എന്താണ് ഡെവലപ്പ് ചെയ്ത് സ്റ്റഡിനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ബ്രെയിൻ ഡെവലപ്മെന്റ്സ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ആ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡൾട്ടിന്റെ
ബ്രെയിൻസിലെ അഡൽട്ടിന്റെ മുതിർന്നവരുടെ ബ്രെയിൻസിന്റെ 90% ആയിരിക്കുള്ളൂ 6 years ഉള്ള കുട്ടികളുടെ ബ്രെയിൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു സമയമാവുന്ന സമയത്താണ് അവർക്ക് അത് സ്റ്റെഡിനെസ് ആയിട്ട് ബ്രെയിനിലെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് എന്താണ് അത് സ്റ്റഡി ആയി മാറുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന്റെ ബ്രെയിനിനേക്കാളും ആ ഒരു ബ്രെയിനിന്റെ 90% വരെയാണ് അതിന്റെ ആ ഒരു വെയിറ്റ്നെസ് വരുന്നത്. ഓക്കെ, അതായത് മുതിർന്നവരെക്കാൾ 90% ആണ് അവരുടെ ബ്രെയിൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികളില് ബാക്കി എന്തൊക്കെ വികസനങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. മസിൽസിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. മസിൽസ് കൂടുതൽ തിക്കർ ആൻഡ് സ്ട്രോങ്ങർ ആയിട്ട് മാറുന്നുണ്ട്. മസിൽസ് കൂടുതൽ തിക്കർ ആൻഡ് സ്ട്രോങ്ങർ ആകുന്നു. അതായത് മസിലുകൾക്ക് നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്നു അല്ലെങ്കിൽ ബലം സംഭവിക്കുന്നു. ഇനി by 4 years of age children acquire toilet and control at night. Yes, ഈ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഒരു 4 വയസ്സ് സമയമാവുന്ന സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾ ആദ്യം ബെഡിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാറ് അല്ലെ. ബെഡിൽ അല്ലെങ്കിൽ എവിടെയാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അവിടെ തന്നെ യൂറിൻ പാസ് ചെയ്യുമായിരുന്നില്ല ആദ്യമൊക്കെ. ഒരു 4 വയസ്സിന് മുൻപ് വരെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും പഠനങ്ങളിൽ പറയുന്നത് ഒരു 4 വയസ്സാവുന്ന സമയത്ത് അവർക്ക് അവരുടെ ടോയ്ലറ്റ് നീഡ്സുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ചിലപ്പോൾ ഒരു കുട്ടിക്ക് മൂത്രം പാസ് ചെയ്യാൻ മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അത് കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ നേരം വിളിക്കുന്നത് വരെ കിടക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിളിക്കില്ല തന്നെ. ചില കുട്ടികൾ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് എന്താണ് മൂത്രം ഒഴിക്കാറുണ്ട്. ചില കുട്ടികൾ എന്താണ് പിടിച്ചു കിടക്കും അല്ലെ. അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് അറിയാം കൃത്യമായിട്ട്. അല്ലെങ്കിൽ തനിയെ പോയി എന്ത് ചെയ്യും കുഞ്ഞുങ്ങള് അവരുടെ ടോയ്ലറ്റ് നീഡ്സിൽ എന്താണ് അതിനനുസരിച്ചിട്ട് രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രിയിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ഈ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും ജെനിറ്റൽ ഓർഗൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ആ രീതിയിലുള്ള ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികൾ ഈ ഒരു സമയത്ത് പഠിക്കുന്നു. നമ്മുടെ കുട്ടികളെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു സമയം വരെ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു, പ്രത്യേകിച്ച് യൂറിൻ പാസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. പിന്നെ ഒരു സമയം വരുന്ന സമയത്ത് അവർ തന്നെ അത് നിയന്ത്രിച്ചിട്ട് അവര് തന്നെ ചെയ്തോളാം എന്നുള്ള ഇതിലേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ടോ? തനിയെ ചെയ്തു തുടങ്ങുന്നവരത്. എന്തുകൊണ്ടാണ് അവർക്കത് അവരുടെ ടോയ്ലറ്റ് നീഡ്സുകൾ അവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു തുടങ്ങുന്ന ഒരു പീരീഡിലാണ് അത്തരത്തിലുള്ള വേരിയേഷൻസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് കേട്ടോ. പാരന്റ്സ് ക്യാൻ യൂസ്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്താണ്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്സ് ആണ് അല്ലെ. യെസ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാരന്റ്സിന് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് കുട്ടികളെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. പാരന്റ്സ് ക്യാൻ യൂസ് ആക്ടിവിറ്റീസ് ലൈക്ക് playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of young children. കുട്ടികളുടെ കൈകളിലെ ഈ ഫൈൻ മോട്ടോർ വികസനം നടക്കണമെങ്കിൽ, സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് അത്തരം രീതിയിലുള്ള ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം? നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സുകൾ കുട്ടികൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ? ബിൽഡിംഗ് ബ്ലോക്സുകൾ പല ടൈപ്സിലുള്ള. ഇത് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ, ആദ്യം കുഞ്ഞുങ്ങളാണ് ആദ്യം എടുത്ത് പിടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നത് താഴെ പോയിരുന്നു അല്ലെ. കയ്യിൽ അവർക്ക് പിടിക്കാനായിട്ടുള്ള കൃത്യമായിട്ട് അതെന്താണ് കറക്റ്റ് കയ്യിൽ അവർ ഉൾക്കൊള്ളില്ല. എന്തുകൊണ്ടാണ്? അവരുടെ മസിൽ ഡെവലപ്മെന്റ്സ് അവിടെ ഓൾറെഡി പൂർത്തീകരിച്ചിട്ടില്ല. ഇത് നമ്മൾ ഈ ഡെയിലി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അവർ പിന്നെയും ബ്ലോക്സുകൾ എടുക്കുന്നു, യൂസ് ചെയ്ത് എന്താണ് കുട്ടി അത് കൃത്യമായിട്ട് അവരുടെ കയ്യില് പിടിക്കാനായിട്ട്, അതായത് ഈ ഫിംഗേഴ്സിലേക്ക് കറക്റ്റ് ആയിട്ട് ഈ മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത്, ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കുഞ്ഞിന് അത് സ്ട്രോങ് ആവുന്ന സമയത്ത് മാത്രമാണ് കുഞ്ഞിന് അത് പിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം എടുത്ത് പിടിക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിൽ താഴെ പോകും, കൃത്യമായിട്ട് അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പിന്നീട് എന്താണ് സ്റ്റേജ് ബൈ സ്റ്റേജിലാണ് അവർക്ക് എന്ത് വ്യത്യാസം വരുന്നത്? കറക്റ്റ് ആയിട്ട് ബ്ലോക്സുകളൊക്കെ അവർ കണക്ട് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ പസിൽസ് പ്രത്യേകിച്ച് പസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉദ്ദേശിക്കാവുന്നത് നമ്മുടെ റോബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? ഇപ്പൊ കുഞ്ഞിനെ അറിയില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അത് പിടിക്കാറുണ്ട്. പസിൽസില് റോബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? റോബിക്സ് ക്യൂബ് അറിയില്ലെങ്കിൽ
യെസ്, അത് ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞാൽ. അത് കുട്ടികൾ പല രീതിയിൽ അത് പൊസിഷനിങ് ചെയ്യും. അവർക്ക് അറിയില്ല അല്ലെ, അത് ഒരു ട്രിക്കി മെത്തേഡാണ്, കുറച്ച് ഇന്റലിജൻസ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ കളേഴ്സ്, അതിലൊരു 6 കളറുകൾ ഉണ്ടാവും. 6 കളേഴ്സും ഒരേ സമയത്തല്ല, ഒരേപോലെ 6 ഷെയ്ഡ്സിലും വരണം അല്ലെ. ചെയ്തവർക്ക് അറിയാൻ പറ്റും, ബിസ്കറ്റ് കണ്ടവർക്കും ചെയ്തവർക്ക് അറിയാൻ പറ്റും. എന്റെ മോന് ആക്കും മിസ് അത് കംപ്ലീറ്റ് ചെയ്യും. ഏത് ക്യൂബ് കഴിഞ്ഞാലും അവൻ കംപ്ലീറ്റ് ചെയ്യും. ഇതിപ്പോ സ്ക്വയർ മാത്രമല്ല, പല ഷേപ്സിൽ, ട്രയാങ്കിള്, റെക്ടാങ്കുലർ ഒക്കെ പല ഷേപ്സിൽ ക്യൂബ്സ് വരുന്നുണ്ട്. ഇത് ട്രിക്കി മെത്തേഡാണ്. കുറച്ച് ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. കുറച്ച് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇത് കുറച്ചുകൂടി അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. ഇത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ കാര്യം എന്താ പറയുക, നമ്മുടെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇത് കൈ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് അതും കൂടെ അവർ തിരിക്കുന്നുള്ളൂ അല്ലെ. യെസ്, അപ്പോഴെന്താണ് അവർക്ക് ഒരു ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല. കൈകളുടെ മസിൽസ് കൂടുതൽ സ്ട്രോങ്ങർ ആവാൻ വേണ്ടിയിട്ട് അവസരം നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ സോർട്ടിംഗ് ബട്ടൺസ് ഓർ ബീഡ്സ്. ബട്ടൺസ് അല്ലെങ്കിൽ എന്താ പറയാ, ബീഡ്സുകൾ സോർട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഒരുപാട് അപകടം ഇരിപ്പുണ്ട് അല്ലെ. ബീഡ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് അപകടം എന്നുള്ളത്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട്, അത് വായിലിടും. വായിലിടാം, ചെക്കിയിടാം അല്ലെ, പല രീതിയിൽ പ്രശ്നം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഒന്നിലേക്ക് കൊടുക്കുന്ന ബീഡ്സുകൾ നമ്മളുടെ സാന്നിധ്യത്തിലായിരിക്കണം. കൊടുക്കുന്ന ബീഡ്സ് അത്യാവശ്യം വലിപ്പമുള്ളതെങ്കിലായിരിക്കണം. ചെറുതാവരുത്, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അങ്ങനെ ബട്ടൺസ് ആണെങ്കിൽ കൂടി എന്താണ്, അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പൊ കിട്ടും അല്ലെ. ഒരിക്കലും നമ്മളിത് ഞാൻ പറയുന്നില്ല ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. കാരണം അത് കുറച്ച് നമ്മളുടെ ഒരു ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അവരതെടുത്ത് വായിലോ മുക്കിലിട്ട് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല അല്ലെ. അപ്പൊ അത് കുറച്ച് ഡേഞ്ചർ ആണ്. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് മാക്സിമം ഒഴിവാക്കുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ സ്ലേറ്റിന്റെ ഭാഗത്ത് നമ്മൾ ബീഡ്സ് കണ്ടിട്ടില്ലേ, സ്ലേറ്റിന്റെ മുത്തുകൾ കണ്ടിട്ടില്ലേ, സ്ലേറ്റില് നമ്മൾ എഴുതുന്ന സ്ലേറ്റില് പല കളറിലെ മുത്തുകള് ബീഡ്സുകൾ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും കുഴപ്പമില്ല. അത് എന്തുകൊണ്ടാണ്, അത് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ. നമ്മൾ എണ്ണം കൗണ്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഓൾറെഡി അതിൽ ആ കമ്പിയുടെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്താണ്, അത് കുട്ടികളത് എടുക്കില്ല. അല്ലാതെ നമ്മൾ ഒരിക്കലും സോർട്ടിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തരംതിരിക്കാനായിട്ട് പീസുകൾ കൊടുക്കാതിരിക്കുന്നത് നല്ല. വേറെ എന്തെങ്കിലും എലമെന്റ്സുകൾ കൊടുത്തിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മൂലം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് സുരക്ഷിതമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ ഈ ഒരു സ്ലേറ്റിലുള്ള മെത്തേഡ്സ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ cutting along a straight line using blunt scissors. Cutting along a straight line using blunt scissors എന്ന് പറയുന്നത്, നമ്മളൊക്കെ ആദ്യം നമുക്ക് കുട്ടികളെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പേപ്പർ കൊടുത്ത് അവർ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യോ അവര് പേപ്പർ കൊടുത്തു കഴിഞ്ഞാല് ഇല്ല. ബ്ലണ്ട് എന്ന് വെച്ചാൽ ബ്ലണ്ട് മീൻസ് മൂർച്ചയുള്ളത് കൊടുക്കരുത് അധികം. നമ്മള് ശരിക്കും പേപ്പർ നമ്മളൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യും അല്ലെ. ഒന്ന് മടക്കിയതിനു ശേഷം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ലൈൻ കിട്ടും. ആ ലൈനിൽ കൂടെ നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലേ. പേപ്പർ മടക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ലേ, അത് തന്നെ. ഓക്കെ, അങ്ങനെ ഒന്നല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ട് ചെയ്യാൻ, ഇതുപോലെ മടക്കിയിട്ട് ചെയ്ത്. എല്ലാ കുട്ടികളും പക്ഷെ ചെയ്യണമെന്നില്ല. ഇത്തരം പേപ്പർ വർക്സിനോടും കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ അത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മള് എല്ലാവർക്കും സ്കെയിൽ വെച്ച് വരച്ചാൽ പോലും ചരിച്ച് വരച്ചു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ എത്ര സ്ട്രെയിറ്റ് വെച്ചാലും സ്കെയില് ചിലവർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, ഇതിൽ കുറച്ചും കൂടി ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് വര വരും. പക്ഷെ നമ്മള് കുറെ പേര്, എനിക്കൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. എനിക്ക് എങ്ങനെ സ്കെയിൽ വെച്ച് കഴിഞ്ഞാലും അറ്റത്തെ വര കുറച്ച് വളഞ്ഞു, എങ്ങനെ വന്നാലും വളഞ്ഞത് നമുക്ക് ആ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, യെസ്. പക്ഷെ കറക്റ്റ് പൊസിഷനിൽ വരക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിരുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്ത് മാറ്റുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, നമുക്ക് ഈ എല്ലാം എന്താ പറയാ, പല ഇന്റലിജൻസ് ഉള്ളതിന്റെ ഭാഗമായിട്ട് ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ് എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ ഈ സ്പോർട്സ് താരങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ, സ്പോർട്സില് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, അവർക്ക് ആ ഒരു ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റതിനേക്കാളും
ബോഡി കൈനഷ്യൻ എന്ന് വെച്ചാൽ എന്താ പറയാ കായികമായിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. അവരുടെ മസിൽസും അല്ലെങ്കിൽ മറ്റു ഓർഗൻസിനെല്ലാം തന്നെ എന്താണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉള്ള കൂട്ടത്തിലായിരിക്കും. അതായത് കായികക്ഷമത കൂടിയ കാറ്റഗറി ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിൽ വരുന്നത്, സ്പോർട്സ് ടീമിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ ആർട്ട് ആൻഡ് മ്യൂസിക്, ആർട്ടിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അതേ ഇന്റലിജൻസ് ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവർക്കും ഓരോ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ അടുത്ത ഭാഗത്ത് ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഇനി പേപ്പർ തിയറി. കുട്ടികൾ പേപ്പർ തിയറി ചെയ്യാന്ന് പറയുന്നത് എന്താണ്? പേപ്പർ തിയറി പേപ്പർ കീറാൻ കൊടുക്കുന്നത് ഒരു ആക്ടിവിറ്റി തന്നെയാണ്. യെസ്, അവിടെയും എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അത് നമ്മള് ആവശ്യമില്ലാത്ത രീതിയിലല്ല, കുറച്ച് പേപ്പേഴ്സിൽ അതായത് കീറി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് രീതിയിൽ, അതായത് അതും ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ആണ്. അവിടെ മസിൽ ഡെവലപ്മെന്റ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ ക്ലിയറൻസ്, അതായത് ആവശ്യമില്ലാത്ത ചിലപ്പോൾ ചെറിയ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് കൊടുത്തിട്ട് അങ്ങനെ അത്തരത്തിലൊക്കെ കീറാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ എന്താണ് ഫോൾഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് കറക്റ്റ് പൊസിഷനിൽ കീറുന്നതെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നത്. നിങ്ങൾ ആദ്യം തന്നെ കുട്ടികളെ കൊണ്ടല്ല ഇത് ചെയ്യിപ്പിക്കണം, നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ടത്. ദെൻ കളറിങ് അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് നമ്മള് കുട്ടികൾക്ക് ഇപ്പോ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഉപയോഗിക്കുന്നത് ഏത് കളറിങ് മെത്തേഡാണ്? പെൻസിലാണോ, ആണോ, ക്രയോൺസ് ആണോ? ക്രയോൺസ് ആണ് അല്ലെ, ഇതിന് വേണ്ടിട്ട് ക്രയോൺസ് ആണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ആദ്യം കളർ ചെയ്യുന്ന സമയത്ത് അവര് ഇപ്പൊ ഒരു വീടിന്റെ പിക്ചറാണ്, ഒരു പൂവിന്റെ പിക്ചറാണെന്ന് വിചാരിച്ചോ, പൂവിനകത്തായിരിക്കും പുറത്തായിരിക്കും ഒരു കളർ ചെയ്യുന്നത്? എല്ലാവർക്കും അകത്ത് പുറത്തൊക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു അല്ലെ, മൊത്തത്തിലായിരിക്കും. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് വരും. അകത്തേക്ക് വന്നാലും ഫിനിഷിംഗ് ആയിട്ടുണ്ടാവില്ല അല്ലെ, പല പോയിന്റ്സുകളിലും കളർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു ക്രയോൺസ് പിടിച്ചു വരുന്നേ ഉള്ളൂ അല്ലെ, ക്രയോൺസ് പിടിച്ച് അതിന്റെ പൊസിഷനിങ് ആവുന്നുള്ളൂ, ഈ മോട്ടോർ സ്കിൽസിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ മസിൽസ് ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് മാത്രമേ കുഞ്ഞൊരു എക്സാക്ട് പോയിന്റിൽ ഒരു ദിവസം എന്താണ് കൃത്യമായിട്ട് കളർ ചെയ്യും അല്ലെ, കറക്റ്റ് കളറ് അതിനനുസരിച്ചിട്ട് എല്ലാ പോയിന്റിലും എന്താണ് ഏത് കളേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. പല കളേഴ്സ് ഉപയോഗിച്ചിട്ടും അത് അവിടെ പല കുട്ടികൾ പല കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇത് കളറുകൾ യൂസ് ചെയ്യണമെന്ന് കൂടിയാണ് കുഞ്ഞു പഠിക്കുക. ഓക്കെ, പിന്നെ പേപ്പർ ഫോൾഡിംഗ് ടു എൻഹാൻസ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് യങ് ചിൽഡ്രൻ. പേപ്പർ ഫോൾഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? പേപ്പർ ഫോൾഡിങ് പല പൊസിഷനിൽ പേപ്പർ മടക്കാൻ പറ്റും, പല പൊസിഷനിൽ മടക്കി പഠിപ്പിച്ചു കൊടുക്കുക. 8 ആക്കി മടക്കാം, 2 ആക്കി മടക്കാം, 3 ആക്കി മടക്കാം, 4 ആക്കി മടക്കാം, ഏത് ഷേപ്സ് വേണമെങ്കിലും ഏത് പൊസിഷനിൽ നമുക്ക് എന്താണ് പേപ്പേഴ്സിൽ മടക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? അത് 2 ആയിട്ട് എങ്ങനെ മടക്കണം അല്ലെ, എങ്ങനെ 2 ആയിട്ട് മടക്കാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ എങ്ങനെ പേപ്പറുകൾ മടക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, യെസ്, ഇതെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ പാരന്റ്സിന് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇതെല്ലാം തന്നെ എന്താണ് കുട്ടികളുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് സ്കിൽസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി യങ് ചിൽഡ്രൻ പ്രാക്ടീസ് ഫൈൻ മോട്ടോർ കൺട്രോൾ ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക്, ഇനി കുറച്ചും കൂടി തീരെ കുട്ടികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ലൈക്ക് കട്ട് ചെയ്ത് പഠിപ്പിക്കാം ചില രീതിയിൽ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ അധികം കുറച്ചൊന്നും ഇല്ലാത്ത സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യാവുന്ന രീതിയിൽ, അതായത് കുട്ടികൾ യൂസ് ചെയ്യുന്ന കത്രികകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് എന്താണ് പേപ്പർ കട്ടിങ്സ് ചെയ്യിപ്പിക്കാം. ദെൻ ബീഡ്സുകൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വരെ അത് മറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. നമ്മുടെ പ്രസൻസിൽ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റി ചെയ്യാതിരിക്കുന്നതായിരിക്കും. പക്ഷെ അവർ കൗണ്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്നത് ഈ ഒരു സോർട്ടിംഗ് മെത്തേഡിലൂടെയാണ് അല്ലെ. ബീഡ്സുകൾ ഇങ്ങനെ മാറ്റി സോർട്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾ കൗണ്ടിങ് ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, then parents need to provide children with toys which further enhance their fine motor coordination. പാരന്റ്സിനോട് ചെയ്യാൻ പറ്റുന്നത്, അതായത് അവരുടെ മോട്ടോർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടോയ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ കുറച്ചുകൂടി ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ ടിവിയുടെ ഒക്കെ മുന്നിലേക്ക് ഒതുക്കി കൊടുക്കാതെ ഇത്തരം
അവർക്ക് അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ മസിൽസിന്റെ വികസനത്തിന് കൂടുതൽ എന്താ പറയാ സാധ്യമാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികളിൽ പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് മോട്ടോർ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ്സിന്റെ കുറച്ചും കൂടി എന്താണ് അവർക്ക് എന്താ നല്ല രീതിയിൽ ആ ഡെവലപ്മെന്റ്സ് സ്റ്റേജസ് പെട്ടെന്ന് കഴിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആയിരിക്കണം ഇത്തരത്തിലുള്ള ടോയ്സുകൾ കുട്ടികൾക്ക് അവൈലബിൾ ആക്കുന്നത്. മിക്കതും എന്ത് തരം ടോയ്സ് കൊടുത്താലും അല്പം വലുത് കൊടുക്കുന്നതിനായിരിക്കും നല്ല. വലുത് മീൻസ് കട്ടി കുറഞ്ഞത് പക്ഷെ വലുത് കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? വലിയ സാധനങ്ങൾ കൊടുക്കുന്നത് വലുത് കൊടുക്കുന്നതിന്റെ കുട്ടികളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വലിയ ടോയ്സുകൾ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഇപ്പൊ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ആണെങ്കിൽ പോലും എന്താണ് ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് വലുതുണ്ട്. ചെറുത് കൊടുത്താൽ കുഞ്ഞുങ്ങളത് വാഴാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അതിനകത്ത് തന്നെ എന്താണ് കുറച്ച് അത്യാവശ്യം വലിയ രീതിയിലുള്ള ടോയ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഫൈൻ മോട്ടോർ കോർഡിനേഷൻസിന് കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. യെസ്, അടുത്ത നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ശാരീരികമായിട്ടുള്ള വികസനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, the physical development of an individual is found to be influenced by both hereditary and environmental factors. Some of the important factors that affect physical growth and developments are okay. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് രണ്ട് രീതിയിലുള്ള ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെ, നമ്മള് മറ്റു ഡെവലപ്മെന്റ് സ്റ്റേജിൽ പഠിച്ച പോലെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നത്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Influenced by both hereditary and environmental factors. Okay, നമ്മളൊക്കെ പഠിക്കാൻ പോകുന്നതാണ് ശാരീരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഓക്കെ, അതില് ഫസ്റ്റ് വരുന്ന എന്താണ്? സം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the traits and characteristics inherited at the time of conception. The traits and characteristics inherited at the time of conception. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? അതായത് കൺസെപ്ഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഗർഭധാരണ സമയത്ത് ഗർഭധാരണത്തിന്റെ ആ ഒരു സമയത്ത് കുട്ടിക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ എന്താണ്? അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും അല്ലെ. ആ ഒരു കൺസെപ്ഷൻ ഗർഭകാല പീരീഡിൽ നടക്കുന്ന എല്ലാ തരം ഫാക്ടേഴ്സും കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യില്ലേ? നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ മറന്നുപോയോ? ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പ്രീനാറ്റൽ കെയറിലും പോസ്റ്റ് നാറ്റൽ കെയറിലും. പ്രീനാറ്റൽ കെയർ അതായത് ഗർഭധാരണ സമയത്ത് അല്ലെ. പ്രീനാറ്റൽ എന്താണ്? പ്രസവത്തിന് മുൻപുള്ള ആ ഒരു ഘട്ടത്തിൽ അല്ലെ. അതായത് പ്രത്യേകിച്ച് അമ്മയുടെ ആ ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ അവിടെ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങള്, പിന്നെ എന്തെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോൾസോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എനി ആക്സിഡൻസ് സംഭവിച്ചാലും എന്ത് സംഭവിക്കാം? കുട്ടിക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് കിട്ടുന്ന എന്താണെങ്കിലും അപ്പൊ ഗർഭകാല പീരീഡിന്റെ ആ ഒരു സമയത്തുള്ള എന്തുതരം സവിശേഷതകൾ കുഞ്ഞിന്റെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. Then second one, the physical as well as mental health of the mother during time of pregnancy. The physical as well as mental health of the mother during time of pregnancy. അമ്മയുടെ ശാരീരിക ആരോഗ്യത്തെക്കാള് ഏറ്റവും കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ത് ആരോഗ്യത്തിനാണ്? മാനസികാരോഗ്യം. അതായത് അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം
കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്ന മാത്രമേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ശാരീരികമായിട്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാനസികമായിട്ട് ആളിങ്ങനെ ആയിരിക്കണം, ഓക്കെ ആണ്. അത് അവന്റെ ശാരീരിക വികസനത്തിനെ അല്ലെങ്കിൽ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക വികസനത്തിനെ പോലെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫാക്ടർ എന്താണ്? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വോംബ് ഓഫ് ദ മദർ. Nutrition received by the embryo within the womb of the mother. എന്താ ഇവിടെ പറയുന്നത്? അമ്മയിൽ നിന്നും കിട്ടുന്ന കുട്ടിക്ക് ലഭിക്കുന്ന ന്യൂട്രീഷ്യൻസ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സെക്കൻഡ് ടു 8 മന്ത് ന്യൂട്രീഷൻസ് അത് അവന്റെ ശാരീരിക വികസനത്തിനെ സ്വാധീനിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? ഓക്കെ, അതായത് ഈ ന്യൂട്രീഷൻസ് ഫുഡ്സിലൂടെയാണ് അവർ പല രീതിയിലുള്ള ബോൺസിനും മസിൽസിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി, അതായത് പ്രസവ സമയത്ത് അമ്മയുടെ ആ ഒരു സമയത്തുള്ള കണ്ടീഷൻസ് അല്ലെ. ഇപ്പൊ പലർക്കും ഈ ഡെലിവറി ടൈമില് പല രീതി, ഇപ്പൊ ഒരു നോർമൽ പേഷ്യൻസ് ആണ്, നോർമൽ ലേഡി ആണെങ്കിൽ പോലും ചിലപ്പോ ആ ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെ, ഇപ്പൊ BP അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഡിഫിക്കൽട്ടീസ്. ഇപ്പൊ BP കൂടിയാൽ തന്നെ പ്രശ്നമല്ലേ? ആൾക്കാർ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? പ്രശ്നമല്ലേ? അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുഞ്ഞിന്റെ പല മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ വരാനായിട്ടുള്ള കാരണമായിരുന്നു. അപ്പൊ ആ ഒരു ഡെലിവറി ടൈമിലുള്ള സമയത്തുള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ അപ്പൊ കൊടുക്കുന്ന ആ ഒരു കെയറിൽ എന്തെങ്കിലും പിഴവുകൾ വന്നാലും കുഞ്ഞിന് അതിനെ ഫിസിക്കലായിട്ട് അത് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ചിലപ്പോ അത് ശരിക്കും പറഞ്ഞാൽ നോർമൽ രീതിയിലായിരിക്കണം. ആ സമയത്ത് ഡെലിവറി ടൈമിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഉള്ളതൊന്നുമില്ലാത്ത കേസസുകളാണെങ്കിൽ കുഞ്ഞിന് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ് ഇത്തരം കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് നേരിടേണ്ടി വരുന്ന അമ്മമാരാണെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചേക്കാം. ഓക്കെ, then next one, nutrition received by the child after birth. Nutrition received by the child after birth എന്താ പറയുന്നത്? ജനനത്തിന് ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന അല്ലെ. കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ 6 മാസം എന്തായാലും എന്താണ് കുഞ്ഞിന് മുലപ്പാലാണ് നിർബന്ധമായിട്ട് കൊടുക്കുന്നത് അല്ലെ. അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ 1 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ ചിലവർ കൊടുക്കാറുണ്ട്. 3 വയസ്സ് വരെയും കൊടുക്കുന്നവരുണ്ട് അല്ലെ. 3 വയസ്സ് വരെയും കൊടുക്കുന്നതിൽ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു പാലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ആരോഗ്യം തന്നെയാണ് അത് നഷ്ടപ്പെടുന്നത്. ഒരു 1.5 വയസ്സ് 2 വയസ്സ് അതിനുള്ളിലെ മുലപ്പാല് നിർത്തുന്ന പാലൊക്കെ അഭികാമ്യം എന്നാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത്. എന്നിരുന്നാൽ കൂടി ഓക്കെ, അപ്പൊ 6 മാസം നിർബന്ധമായിട്ട് നമ്മളെ ന്യൂട്രീഷ്യസ് ശരിക്കും എന്താണ് ആ ഒരു കുഞ്ഞിന് വേണ്ടതാകുന്ന ആ ഒരു സമയത്ത് മുലപ്പാലാണ് അല്ലെ. ഇനി അതിനുശേഷം ലഭിക്കുന്ന ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കുഞ്ഞിന്റെ ജനനശേഷം നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീസ് ഫുഡുകൾ ഏതൊക്കെയാണ്? അത് ഓരോ മാസം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. ഓരോ മാസം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് ആരംഭിക്കുന്നത്. ഇപ്പൊ 5 മാസം നോർമലി 5 മാസം കഴിയുമ്പോഴേക്കായിരിക്കും നമ്മൾ ചോറ് കൊടുക്കുന്നത് അല്ലെ. ചോറൂണ് കൊടുക്കുന്നത് മീൻസ് ചോറ് കുഴച്ച് കൊടുക്കാന്നല്ല പറയുന്നത്, നമ്മുടെ മിക്കവരും ചടങ്ങ് എന്നതാണ് ചോറ് കൊടുക്കുക എന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡ്സ് അതിൽ ഉൾപ്പെടുത്താറുണ്ട്? കുഞ്ഞിന്റെ ആദ്യത്തെ ന്യൂട്രീഷ്യസ് ഫുഡ് ഏതൊക്കെയാണ്? എഗ് മിൽക്കൊക്കെ കുറുക്കുകൾ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറുക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല രീതിയിലുള്ള എന്താണ് കായ പൊടിച്ചത്, കായപ്പൊടി, കായയുടെ പൊടി അല്ലെങ്കിൽ പിന്നെന്താണ് റാഗി, പുല്ലോ അങ്ങനെ എന്ത് കൊടുക്കില്ല? പുല്ലോ എന്നൊക്കെ പറയുമല്ലോ, കഞ്ഞിപ്പുല്ല്, സൂചി ഗോതമ്പ് പറഞ്ഞു. ഗോതമ്പ്. ഓരോ കുഞ്ഞിന്റെ സ്റ്റേജ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ മാറ്റി കൊടുക്കും. പിന്നെ നവധാന്യങ്ങൾ എല്ലാം കൂടി കൊടുക്കുന്നവരുണ്ട്. അത് കുറച്ചുകൂടി വലുതാവുന്നതിനനുസരിച്ച് അല്ലെ. നവധാന്യങ്ങള് എല്ലാ ധാന്യങ്ങളോട് ഒരുമിച്ചുള്ള പൊടിയില്ലേ, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കൊടുക്കൂ. വലുതാകുന്ന സമയത്താണ്. ഓക്കെ,
അപ്പൊ ആ സമയത്ത് ജനനത്തിന് ശേഷം കുഞ്ഞ് ആ ഒരു പീരീഡ് ശരിക്കും പറഞ്ഞ ഒരു 10 മാസം വരെയുള്ള ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു വയസ്സെത്തുന്ന വരെ കിട്ടുന്ന കുഞ്ഞിന്റെ ആ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻസ് ആണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ അവരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു വികസനത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകളാണ്. ഓക്കെ, പിന്നെ presence or absence of physical defects, illness and diseases. Presence or absence of physical defects, illness and diseases. ഈ പോയിന്റിൽ എന്താ പറയുന്നത് വായിച്ചു നോക്കിയത്? ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങള് അല്ലെ, അല്ലെങ്കിൽ ഇൽനെസ്, മറ്റസുഖങ്ങള്, അല്ലെങ്കിൽ നോർമലി കുഞ്ഞ് കാണിക്കേണ്ട രീതിയിലുള്ള നോർമൽ പ്രോസസ്സുകളൊക്കെ കാണിക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയിൽ ശാരീരികമായിട്ടുള്ള വികസനം പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അതോടൊപ്പം തന്നെ എന്താണ്, ഈ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, പെട്ടെന്ന് അവർക്ക് അസുഖം വരുന്നത്, അതായത് കാറ്റഗറി ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കുള്ളൂ പെട്ടെന്ന് അസുഖം പിടിപെടുന്ന കുഞ്ഞുങ്ങള്? പ്രതിരോധ ശക്തി കുറവുള്ള, ഇമ്മ്യൂണിറ്റി കുറവുള്ള ഇമ്മ്യൂണിറ്റി കുറവുള്ള. അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇമ്മ്യൂണിറ്റി പവറുള്ള കുഞ്ഞുങ്ങൾ ജലദോഷം, പനി, പനി ജലദോഷം പനിയാണ്, പനി അല്ലെങ്കിൽ നമ്മുടെ കോൾഡ് ആണ് പെട്ടെന്ന് ആദ്യം ക്യാച്ച് ചെയ്യുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് അല്ലെ. ചില കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നാള് ഈ ജലദോഷം തന്നെയായിരിക്കും അല്ലെ, കുറെ നാള് ഇങ്ങനെ മാറാതെ നിൽക്കും. ഓക്കെ, അതേപോലെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ എന്താണ്, കുഞ്ഞിന്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കംപ്ലീറ്റ് അപ്പാടെ നശിപ്പിക്കുന്നതാണ്. ഇത് പനിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് അല്ലെ. ചില കുഞ്ഞുങ്ങൾക്ക് 101 അല്ലെങ്കിൽ 98 മുകളിലേക്ക് വരുന്ന പനികളൊക്കെ എന്താണ്, കുഞ്ഞിനെ ശാരീരികമായിട്ട് തന്നെ തകർക്കുന്ന രീതിയിലുള്ള, അതായത് അതിനനുസരിച്ച് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് അവിടെയും എന്താണ്, മെഡിക്കേഷൻസിന്റെ എഫക്ട് മൂലം കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് കുഞ്ഞ് വെയിറ്റ് കുറയുന്ന പ്രോസസ്സിലേക്ക് വരെ പോകാനായിട്ട് കാരണമായേക്കാം. അപ്പൊ അടുക്കടി വരുന്ന അസുഖങ്ങൾ അല്ലെ, പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ പെട്ടെന്ന് വരുന്ന ഒന്നാണ് പനി എന്ന് പറയുന്നത്. പനി ജലദോഷവും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഭക്ഷണം പോലും എന്താണ് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഈ കഫക്കെട്ട്, ചുമ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ, ചുമ ഉണ്ടാവുന്ന കുട്ടികൾക്ക് നമുക്കറിയാലോ, നമ്മുടെ കുട്ടികള് അസുഖം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വരെ കഴിക്കില്ല അല്ലെ. നോർമലി കഴിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ്, പ്രത്യേകിച്ച് അസുഖം വന്നാലോ ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ ആ ഒരു സമയത്ത്. അതായത് നമുക്ക് ഒരിക്കലും അവർ നിർബന്ധിച്ച് കൊടുക്കാനും പറ്റില്ല, കാരണം ഇൽനെസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ കുട്ടിക്ക് അതിന് ടേസ്റ്റോ മണമോ അല്ലെങ്കിൽ വിശപ്പോ ആ ഒരു സമയത്ത് അത് ഉണ്ടാവില്ല അല്ലെ. അതിനാൽ തന്നെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, അവരത് വൊമിറ്റ് ചെയ്ത് കളയാറുണ്ട് അല്ലെ. നിർബന്ധിച്ച് കൊടുക്കുന്ന സാഹചര്യത്തില് നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്, കുട്ടികൾക്ക് വൊമിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് പ്രത്യേകിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനെസ്സും ഡിസീസും ഒക്കെ എന്താണ്, കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള വികസനത്തിന് അവർ ശരിക്കും പറഞ്ഞാൽ അവരെ വളർച്ചേണ്ടത് കുറച്ച് അഫക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ തന്നെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും അത്തരം എന്തെങ്കിലും. ചിലപ്പോ ഇത് മാത്രമല്ല കേട്ടോ, ചിലപ്പോ നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ലേ, അപൂർവ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്ക്. അപൂർവ രോഗങ്ങള്, തല വലുതാവുന്നത്, കാലിന് മുകളിൽ വരുന്നത്, യെസ്, അതൊക്കെ ചിലപ്പോ പാരമ്പര്യമായിട്ട് പോലും കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോ ഇൻബോണിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ പുറത്ത് വരുന്ന ചിലപ്പോൾ കുറച്ചുകൂടി വലുതാവുന്ന ശേഷമായിരിക്കുള്ളൂ അല്ലെ. ആൺകുട്ടിക്കും പെൺകുട്ടികൾക്ക് രണ്ടുപേരും അങ്ങനെ മാർക്ക് ഒന്നുമില്ല, ജെൻഡർ വ്യത്യാസം ഒന്നും ഇതിനില്ല അസുഖം വരുന്നത്. അപ്പൊ അപൂർവ രോഗം എന്ന് പറയാൻ കാരണം എന്താണ്, അതിന് പ്രത്യേകമായിട്ട് നമ്മൾക്കൊരു ചികിത്സയോ അല്ലെങ്കിൽ എന്ത് രോഗമാണ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഈ ചികിത്സാ സഹായം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വേണം, 2 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ ഫോട്ടോസ് തന്നെ കാണാറുണ്ട് അല്ലെ. യെസ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നോർമൽ കുട്ടികളെ പോലത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല അവരുടെ ബോഡി ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും അല്ലെ.
ശരീരമൊക്കെ നന്നായിട്ട് ശോഷിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാഗം ഏതാണോ അല്ലെങ്കിൽ അഫക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണോ ചിലപ്പോൾ അതങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതിൽ ചില കുട്ടികളെ കണ്ടാൽ അവർക്ക് അതിനൊരു അസുഖം ഉണ്ടെന്ന് തോന്നി, ചിലപ്പോൾ ബ്ലഡിലായിരിക്കും ഒരു അസുഖം വന്നേക്കാം അല്ലെ, ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്, പുറമെ കാണുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും എന്താണ് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ മരണകാരണം വരെ ആയേക്കാം അങ്ങനെയുള്ള കണ്ടീഷൻസ്. ഞങ്ങളുടെ അവിടെ ഒരു എന്റെ ബാലവാടി ടീച്ചറിന്റെ ഒരു മോളുണ്ട്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുട്ടിക്ക് തോല് ഇങ്ങനെ കിഴിഞ്ഞു പോകും. തോല് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫ്രഷ് തോല് വരും, ഇങ്ങനെ ചീന്തി എപ്പോഴും പോകും. ആ കുട്ടിക്ക് ചൂടും താങ്ങാൻ പറ്റില്ല, ഒരുപാട് തണുപ്പും താങ്ങാൻ പറ്റില്ല. പക്ഷെ നല്ല ഹോട്ടായി ചില കാലാവസ്ഥയില്. അപ്പൊ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഇരുത്തി അതിൽ വെള്ളം നിറച്ച് കുട്ടീനെ അതിൽ ഇരുത്തിയും കൊണ്ടേ ഇരിക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ഫണ്ട് പിരിച്ചിട്ട് ചെയ്തു നോക്കി. ആ കുട്ടിക്ക് ഒരുപാട് ഇഞ്ചക്ഷനുകൾ ദിവസം, ഓരോ ദിവസം 15,000-20,000 രൂപയോളം വിലയുള്ള ഇഞ്ചക്ഷൻ ദിവസം ചെയ്യണം. ഈ തോല് ഇങ്ങനെ വരും, പക്ഷെ അന്ന തോല് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞു പോവുക. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാണുമ്പോ തന്നെ. പക്ഷെ നല്ലൊരു കുട്ടി, പെങ്കൊച്ചാണ്. ഇപ്പൊ 4 വയസ്സായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റമില്ല. അങ്ങനെ പല സിറ്റുവേഷൻസ് പലർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടങ്ങളായപ്പോൾ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പിന്നെയും വന്നിരിക്കുന്നത്. നമ്മുടെ കുറച്ചു കാലഘട്ടങ്ങളിൽ എപ്പം നോക്കിയാലും പലയിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ ഇത് തന്നെ, അപൂർവ രോഗം ബാധിച്ച കുട്ടി ചികിത്സാ സഹായം തരുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ. കുറച്ചു കാലങ്ങളായിട്ട് അടുപ്പിച്ച് തന്നെയാണ് ഇങ്ങനെ. അത് ചിലപ്പോൾ ഒരു ഫാമിലിയിലെ ചിലപ്പോൾ കുട്ടികൾ മാത്രമല്ല അതിൽ അഫക്ട് ചെയ്യുന്നത്, മുതിർന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖമുണ്ട്, എല്ല് പൊടിഞ്ഞു പോകുന്നത്. അതായത് ഓരോ ദിവസം അത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്താണ് ആൾക്ക് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുന്നോട്ട് അധിക കാലം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കേസുകൾ എന്താണ് ഒരു സ്പെസിഫിക് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലവരെന്താണ് ഒരുപാട് വർഷം ഇങ്ങനെ കിടക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. ട്രീറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനം ഇല്ലാതെ, പക്ഷെ പാരന്റ്സ് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള രീതിയിൽ തന്നെ അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബവും ഇതൊക്കെ വിറ്റിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. ഓർക്കുമ്പോ നമുക്കതൊരു കഷ്ടമാണ് അല്ലെ. എന്തോരം ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർ അങ്ങനെ ജീവിതവും ജോലിയൊക്കെ കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട്. ഓക്കെ whatever. ഇൽനസ് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇൽനസ് എന്ന് വെച്ചാൽ അസുഖങ്ങൾ തന്നെ രണ്ടും ഒന്നല്ലേ? അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോ ഞാനൊരു ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങള് ഈ നൂഡിൽസ് ഒക്കെ കൊടുക്കാറുണ്ടോ? നൂഡിൽസ്, ബിസ്ക്കറ്റുകളൊക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട് അല്ലെ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ഥിരം അവര് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ ഒരു വയറിനൊരു പ്രശ്നം വന്നതിന് ശേഷം അത് നിർത്തലാക്കി. നൂഡിൽസ് കൊടുക്കാറുണ്ടോ? കാരണം അവർക്ക് അതേ വേണ്ടു, അത് മതി പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. നൂഡിൽസ് കൊടുക്കാറുണ്ടോ? നിങ്ങള് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? സ്ഥിരം കൊടുക്കാറില്ല. കൊടുക്കാറുണ്ട്. പെപ്സി, കോള, സ്പ്രൈറ്റ് ഡെയിലി ആണെങ്കിൽ എപ്പോഴെങ്കിലും കുറെ ഒഴിവാണ്. സ്പ്രൈറ്റ്, കൊക്കക്കോള, പെപ്സി ഇതൊക്കെ കൊടുക്കാറുണ്ടോ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഈ നൂഡിൽസ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഈ ചൈനീസ് അവരുടെയൊക്കെ നമ്മുടെ ചോറ് പോലെയല്ലേ അവർക്ക് ഈ നൂഡിൽസ് ഉള്ളത്? അവര് നല്ല പ്രിപ്പറേഷനിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇവിടെ വരുന്നത് നല്ല പ്രിപ്പറേഷൻ സാധനങ്ങളല്ല. അതുകൊണ്ടാണ്. നമ്മളിവിടെ പാക്ഡ് മനസ്സിലായോ? ഇത് കഴിച്ചല്ലേ പിള്ളേർക്ക് വിശപ്പേ ഉണ്ടാവില്ല. അത് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ന്യൂസിലൊന്നും വീഡിയോസൊന്നും കാണാറില്ലേ? ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വരുന്നതിന്റെ വീഡിയോസ് റിയൽ ആയിട്ട് ന്യൂസിലൊക്കെ. അത് റിയൽ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ മടുത്തു. അവർക്ക് വരാത്തതെന്ന് വെച്ചാൽ അവർക്ക് അത് റിയലിസ്റ്റിക് ആയിട്ട് അവരുടെ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എത്തിപ്പെടുന്ന സാധനങ്ങളിൽ ഫുൾ മായമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാറ്റിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് ഈ ചായക്കടികൾ പോലും എനിക്ക് തോന്നുന്നു അതൊന്നും
ഒരുപാട് എണ്ണ പലഹാരങ്ങളാണല്ലേ, വലിയ പഴംപൊരി ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുക. ഒരു മായങ്ങളും ഇല്ലാത്ത കുറച്ച് നാള് ശരിക്കും പറഞ്ഞാൽ ഇനി വളർന്നു വരുന്ന കുട്ടികളുടെ ജീവിതം ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി മായം ചേർന്ന ഹെൽത്ത് അപ്പൊ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന അരിയിലും നല്ല മായം വരുന്നില്ലേ? ചോറ്, അരി, അതും മായം കലർന്ന ഫുഡ് തന്നെയല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അതാണ് അരിനേക്കാളും അരി അത്രയും കുഴപ്പമില്ല. പക്ഷെ പിന്നെ ഏറ്റവും വലിയ വിഷമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. പഞ്ചസാര ആര് കഴിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല, പഞ്ചസാരയൊക്കെ നമ്മൾക്ക് വല്ല കഴിക്കുന്നുണ്ടല്ലോ, ചായയും ഷുഗറും. മൊത്തത്തില് പറയുന്നത് പഞ്ചസാരയൊക്കെ എല്ലാവരും ചായയിലിടുന്നതാണല്ലോ. മധുരമുള്ള ഇല്ല, ചായയൊക്കെ നമ്മളൊന്നും ഒരു ചായ ഒന്നും കഴിക്കാറില്ല. ചായയുടെ ആണെങ്കിൽ തന്നെ ശർക്കര ഇട്ട് കഴിക്കും. ശർക്കരയിലും മധുരമുണ്ട്, എന്തിലും മായം ഉണ്ടോ? നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടില് ആവിയിൽ വേവിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കുറച്ചുകൂടി സേഫ് ആണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ പിസയൊക്കെ പോണെങ്കിൽ എന്താണ്, പിസ നമുക്ക് വീട്ടില് നമ്മുടെ മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. ബ്രെഡിൽ ഇത് പറഞ്ഞ എല്ലാ മായങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതിന്റെയൊക്കെ അളവ് കുറച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അളവ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. നമുക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു ആരോഗ്യം കൂടിയാണ് പ്രദാനം ചെയ്യേണ്ടത്. ഓക്കെ, നോളജ് മാത്രമല്ല, നല്ല രീതിയിലൊരു ആരോഗ്യം കൂടി നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അങ്ങോട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് അവർക്ക് അല്ലെ. നമ്മള് ഒരു പരിധി വരെ ഒരു സമയം വരെ അവരുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർക്ക് ഒരു ലൈഫ് ഉണ്ട്. അതിന് പോകണമെങ്കിൽ നല്ലൊരു ആരോഗ്യം കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഇമാതിരി സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിന്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. കഴിക്കരുത്, കൊടുക്കുക. നിങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക, നിങ്ങളും കഴിക്കാതിരിക്കുക. ഒരിക്കലും നൂഡിൽസോ ബിസ്ക്കറ്റുകൾ തന്നെ ഒഴിവാക്കുന്നതാണോ നല്ലത്? ബിസ്ക്കറ്റിൽ തന്നെ ഒരുപാട് മായങ്ങളുണ്ട്. ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ആരും കെമിക്കൽസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളത് കൊടുക്കാതെ തന്നെ കുട്ടികൾക്ക് മറ്റേ ബ്രോസ്റ്റഡും ഈ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അവർ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഫസ്റ്റ് ടൈം കഴിക്കില്ല, അവർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നു. ആ സമയത്ത് ചോറൊക്കെയാണ് വെച്ച് കൊടുക്കണമെങ്കിൽ അവർക്ക് അതിലേക്കല്ല, ഇതിലേക്കാണ് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുക. അവര് വളർന്നു വരുമ്പോ തന്നെ ഇത് മുന്നേ പഠിച്ചു വന്നതുപോലെയാണ് കുട്ടികളുടെ പ്രവൃത്തി കാണുമ്പോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മന്തി കഴിച്ചിട്ടുണ്ടാവല്ലോ, കുഴിമന്തി. എന്റെ മിസ്സേ, ഞാനിപ്രാവശ്യം ന്യൂ ഇയറിന് വാങ്ങിച്ച കുഴിമന്തി എല്ലാരും കഴിക്കണല്ലോ, എന്താ ഈ സാധനം പറഞ്ഞിട്ട് ഞാന് ഹസ്സിന്റെ അടുത്ത് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ചിട്ട് ഛർദിച്ചില്ല എന്നുള്ളൂ. എനിക്ക് ആ സാധനം പറ്റിയില്ല. ഇനി മേലെ എടുത്ത് തൊട്ടുപോകരുത് പറഞ്ഞിട്ട് നീ ചോദിക്കാനേ പാടില്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ പിള്ളേർക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമായില്ല. ഇഷ്ടപ്പെടാന്നിട്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ എല്ലാ മാസവും വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട്, കുട്ടികളിൽ പോലും കേട്ടാ. പിന്നെ എന്താണ്, പാരന്റ്സ് അതിൽ നിന്ന് മനസ്സിലാക്കി അത് ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങി. എങ്ങനെ മന്തി റൈസ് ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ബിരിയാണി, എന്ത് സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഹോട്ടലിലൊക്കെ വല്ലപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തെറ്റില്ല കേട്ടോ, പുറത്തു പോയി കഴിക്കുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ അമിതമായി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടാവുന്നത്. അമിതമായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ടേസ്റ്റ് കുറച്ചും കൂടി ഫ്ലേവർ ഒക്കെ കൂടുതലായതുകൊണ്ട് എന്താണ്, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. നമുക്കാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ദിവസമെങ്കിലും പുറത്തു പോയി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ എല്ലാവരും? നിങ്ങളെല്ലാവരും ഇഷ്ടമുണ്ടാവില്ല? പുറത്തു പോകാൻ ഇഷ്ടമില്ല, ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ല നിങ്ങൾക്ക്? ഇഷ്ടമുണ്ട്. ഇഷ്ടമാണ്. ഒരു ദിവസം പോണേന് നമുക്ക് ഫാരിസ വീട്ടിൽ മന്തി ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കണ്ടേ? മടിയൊക്കെ മാറ്റി വെച്ച് നമ്മളത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യം. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമല്ലേ നമുക്ക് ഏറ്റവും വലുത്. അതോടൊപ്പം നമ്മുടെ രണ്ടുപേരെ, നമുക്ക് രണ്ടാരോഗ്യം ഇമ്പോർട്ടൻസ് തന്നെ, ഫാമിലി മെമ്പേഴ്സിന്റെ. അപ്പൊ വെള്ള കാലത്തേക്ക് പുറത്തു പോകണേന് ഒരു പ്രശ്നമില്ല, ഇഷ്ടമുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇതിലെല്ലാം ഒരു പീരീഡ് വരെയൊക്കെ നമ്മളിത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡെയിലി ആയി കഴിയുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ശരീരത്തിന് അഫക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അൽഫാം പോലുള്ള കരിഞ്ഞ ഫുഡുകൾ, അതിന് നന്നായിട്ട് കരിയിച്ചല്ലേ എടുക്കുന്നത്. അൽഫാം കണ്ടിട്ടില്ല നിങ്ങൾ? ആ കരിഞ്ഞു വരുന്ന ആ ഒരു എസെൻസ് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് അത് കേടാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് കഴിക്കുന്നത്. ഇപ്പൊ മയോണൈസ് ഒക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിന്റെ റെസിപ്പീസ് ഒക്കെ എപ്പോഴും നല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്ന് നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക.
ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം അല്ലെ. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റീലിന്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ കോൺഫ്ലവർ വേണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്ത് അപ്പം തന്നെ കഴിച്ചാലും ടേസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന്. പിന്നെ അതുപോലെ സോസും നമുക്ക് വീട്ടിലുണ്ടാക്കാം അല്ലെ. ടൊമാറ്റോ സോസ് ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി നമുക്ക് അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുട്ടിക്ക് ആവശ്യാനുസരണം കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കടകളിൽ പോയി ഒരുപാട് ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ചെടുക്കാതെ വീട്ടിൽ നിന്ന് തന്നെ അതേ ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട്. നമുക്ക് വേറൊരു കാര്യം, നമുക്ക് കുക്ക് ചെയ്യാൻ അറിയണം അല്ലെ നല്ല രീതിയിൽ. അതൊരു ബേസിക് ഫാക്ടറാണ്. കൊറോണ സമയത്ത് വീട്ടിലൊക്കെ എല്ലാവരും എന്തൊക്കെയോ സാധനം ഉണ്ടാക്കിയിരുന്നില്ലേ? മയോണൈസും ഒരു സമയത്ത് അതും ഇതൊക്കെ വീട്ടിൽ. ഉണ്ടാക്കിയില്ല. നമ്മള് പരീക്ഷണങ്ങളുടെ ഒരു കലയായിരുന്നു ആ സമയം. അത് തന്നെ. അങ്ങനെയൊക്കെ കുറെ പേര് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കൊറോണ സമയത്ത് രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി രക്ഷപ്പെട്ടവരെ. യൂട്യൂബ് നോക്കി, യൂട്യൂബിൽ എനിക്ക് ഉണ്ടാക്കാത്ത വിഭവങ്ങളെ കൂടാനുണ്ട്. ചക്കക്കുരു ജ്യൂസും കൂടെ വന്നുണ്ടാക്കി കുടിച്ചിരുന്നു. ചക്കക്കുരു ആർക്കും വേണ്ടാത്തതാണ് ചക്കയും ചക്കക്കുരു അല്ല. അതൊന്നും ജ്യൂസാക്കി കുടിച്ചിരുന്നില്ല അന്ന്. അതെ, കൊറോണ ടൈമില് ചക്കൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചക്കക്കുരുവിന്റെ ജ്യൂസ് ഉണ്ടോ? എന്ത് പേര് ഞാൻ ആദ്യം. ഷെയ്ക്ക് അടിച്ച പോലെ നന്നായി ഉണ്ടാവും. പാലിൽ നമ്മള് ഷെയ്ക്കിന്റെ വാങ്ങിക്കില്ലേ ബദാമൊക്കെ, അതുപോലെ നന്നായി ഉണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികൾക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? സ്മൂത്തി നമ്മുടെ ഓട്സ്, കുറച്ച് പാല്, ഡേറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് തേൻ ഒഴിച്ച് കഴിച്ചാൽ മതി. കുറച്ച് പഴമൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നന്നായിട്ട് വിശപ്പും മാറും. നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതൊക്കെ നമ്മുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അങ്ങനെ ഹെൽത്തി ടിപ്സ് ഉള്ള അങ്ങനെ ജ്യൂസുകളൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ പഴങ്ങളിലും പല മായങ്ങളുണ്ട്. അങ്ങനെ മായം നോക്കിയിരുന്നാൽ നമുക്ക് എന്തും കഴിക്കാൻ പറ്റണ്ടായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ നോക്കിയാൽ പക്ഷെ നമുക്കതൊരു പരിധിവരെ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ളത് ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്താൽ മതി. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോ നമ്മുടെ ടാങ്കുകളൊന്നും കലക്കി കൊടുക്കേണ്ട കാര്യമില്ല. നാരങ്ങ വെള്ളം തന്നെ നല്ല രീതിയിൽ ഒന്ന് ഫ്രഷ് ലൈം ഒക്കെ അടിച്ചു കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. നാരങ്ങ ഇടയ്ക്ക് എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കുട്ടികളെ സംബന്ധിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ മോരുവെള്ളം കുടിക്കാറില്ലേ? തൈര് മോര് എന്നൊക്കെ തന്നെയല്ലേ നിങ്ങളെ വീട്ടിൽ നാട്ടിൽ പറയുന്നത്? കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ ഡ്രിങ്ക്സുകൾ ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെയുള്ള ഭക്ഷണശീലം കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇപ്പൊ റൈസിൽ തന്നെ നമുക്ക് പല റൈസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ടൊമാറ്റോ റൈസ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ക്രിസ്മസിന് ചെറിയൊരു സ്നേഹം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ നിഷാമിസ് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടായി കൊണ്ടുവരുന്നു. ഓരോ ടീച്ചേഴ്സ് ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്നപ്പോ ടൊമാറ്റോ റൈസ് മിസ് അതിൽ അതിൽ കുറെ നട്ട്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു ടൊമാറ്റോ റൈസ് ആണ് നമ്മുടെ ജിഷാമിസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അങ്ങനെ റൈസിൽ വെറൈറ്റീസ് കൊടുത്തിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എഗ് റൈസ് ഉണ്ടാക്കാം, ടൊമാറ്റോ റൈസ് ഉണ്ടാവാം, പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാം, ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം, ചീസ് റൈസ്, അങ്ങനെ പല വെറൈറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മത്സ്യമാംസങ്ങൾ എന്തോ ലെമൺ റൈസ് ഇല്ലേ? ലെമൺ റൈസ് ഭയങ്കര ടേസ്റ്റാ അല്ലെ. നല്ല രസമാണ് കഴിക്കാൻ. പിന്നെ ഈ പൊങ്കല് ഉണ്ടാക്കില്ലേ നമ്മൾ തമിഴ്നാട്ടിൽ, അത് നല്ല ടേസ്റ്റാ. പൊങ്കല് കാരണം കഴിച്ചിട്ടുള്ള കേട്ടിട്ടുണ്ട്. നല്ല അങ്ങനെ രസമാണെന്ന്. പൊരി പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതില് കുരുമുളക് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. നല്ല രസം അത്. അപ്പോ നമ്മള് അസുഖങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞല്ലേ. അപ്പൊ ഇത്തരം നല്ല നല്ല ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിന് കുറച്ചും കൂടി നല്ല ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കും. നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? The living condition are physical, social and culture. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കുറച്ച് പറയാനുണ്ട് കേട്ടോ. ബാക്കി 2 പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട്. യങ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഏജ് ഏതാണ്? യങ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ 3 വയസ്സിന് അതിന് താഴെയുള്ളത്, അതായത് 3 താഴെയുള്ള കുട്ടികൾ, 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുകളിലല്ല താഴെ കേട്ടോ. ഇത് 3 to 6 ഉള്ള കാര്യമാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് കേട്ടോ. 3 വയസ്സിന് മുകളിലുള്ളത് ഏജ് അവിടെ കൊടുത്തിട്ടില്ല. സൈൻ ഔട്ട് ആരാണ്? ആരുല്ലേ? Okay, I will do, ma'am.
On behalf of M18 batch, I thank Arathi ma'am and all my dear friends. Thank you all. Have a good day. ആരതിന്നാണോ പറഞ്ഞ? ആതിര എന്നാണ് പേര്. ആതിര തന്നെയാണോ പറഞ്ഞേ? ആതിര ma'am അല്ലേ? ഓക്കെ ഓക്കെ, ആരതി എന്നാണ് ഞാൻ കേട്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. ബൈ. ബൈ. താങ്ക് യു മാം. ഇന്ന് Thank you, ആക്ടിവിറ്റി ma'am. ചെയ്യാൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആക്ടിവിറ്റി തന്നിട്ട് ചെയ്യാതിരിക്കരുത്, ചെയ്തിട്ടുണ്ടാവണേ.